Hello everyone. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് BBA 2022 നവംബറിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് ക്ലിയർ ആയിട്ട് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വാട്ട് ഈസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആവറേജ് കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സസ് ഓഫ് ഫിനാൻസിങ് അല്ലേ? വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസിങ്ങിൻ്റെ ആവറേജ് കോസ്റ്റ് ആണ് എന്ത് പറയുന്നത്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ കോസ്റ്റ് അസോസിയേറ്റ് വിത്ത് റിസീവബിൾ? കോസ്റ്റ് ഓഫ് ഫൈനാൻസിങ് റിസീവബിൾ, കോസ്റ്റ് ഓഫ് കളക്ഷൻ ആൻഡ് ബാഡ് ഡെബ്റ്റ്സ്, ഇതെല്ലാമാണ് റിസീവബിൾസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ. ദെൻ അടുത്തത് വാട്ട് ഡസ് സ്റ്റോക്ക് ഡിവിഡൻഡ് മീൻ? സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ബോണസ് ഷെയർസ് ആണെന്ത്? സ്റ്റോക്ക് ഡിവിഡൻഡ്. വാട്ട് ഈസ് ടൈം വാല്യൂ ഓഫ് മണി? ടൈം വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എത്ര ഉണ്ടായിരിക്കും അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് കണ്ടെത്തുന്നതാണ് ടൈം വാല്യൂ എന്ന് പറയുന്നത് അല്ലേ? മണി ഇൻ ദ present is worth more than the same sum of money to be received in future. സോ അത് തമ്മിൽ ഇപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രത്തോളം ഉണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്തത് വാട്ട് ഈസ് ക്യാപിറ്റൽ ഗിയറിംഗ്? ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ആൻഡ് ലോങ് ടേം ഡെപ്റ്റ്സ് തമ്മിലുള്ള, അതായത് ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ക്യാപിറ്റൽ ഗിയറിങ്ങിൽ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രത്തോളം ലോങ് ടേം ഡെപ്റ്റ്സ് ഉപയോഗിക്കാമെന്ന് പറ്റുന്നതിൻ്റെ എബിലിറ്റി കാണിച്ചു തരുന്നു. ദെൻ വാട്ട് യു മെൻ ബൈ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ? എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? ക്യാപിറ്റൽ ബജറ്റിന് വേണ്ടിയിട്ടാണ്. ഓരോ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുവാനാണ് IRR യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സ് ആണ്. എന്നാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. ദെൻ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്തത് വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ? ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ പർച്ചേസ് ഓഫ് ഇൻവെൻട്രി ആൻഡ് ദ കളക്ഷൻ ഓഫ് ക്യാഷ് ഫ്രം സെയിൽ ഓഫ് ഇൻവെൻട്രി. ഒരു ഇൻവെൻട്രി നമ്മൾ മേടിച്ചതിന് ശേഷം പിന്നീട് അത് ആ ഇൻവെൻട്രി എന്ത് ചെയ്യുന്നു, സെയിലിലൂടെ വിറ്റുപോയി ക്യാഷായിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും അല്ലേ? വിൽപ്പനയിലൂടെ വീണ്ടും അത് ക്യാഷായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ ടൈം ഇൻ്റർവൽ എന്ന് പറയുന്നത്, അതാണ് എന്ത് പറയുന്നത്? ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ക്യാപിറ്റൽ റേഷനിങ്? റെഫേഴ്സ് ടു സിറ്റുവേഷൻ വേർ എ ഫേം ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു ഇൻവെസ്റ്റ് ഇൻ ഓൾ പ്രോഫിറ്റബിൾ പ്രൊജക്ട്സ് ഡ്യൂ ടു കൺസ്ട്രെയിൻസ് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതിൻ്റെ റിസോഴ്സസ് എന്ന് പറയുന്നത് പരിമിതമാണ്. അപ്പോൾ അതിൽ എന്ത് ചെയ്യണം? ഏറ്റവും നല്ല പ്ലാന് തിരഞ്ഞെടുത്ത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഏതെല്ലാം കോമ്പിനേഷൻ ഓഫ് പ്രപ്പോസൽസ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുക. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോഫിറ്റബിലിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരം പ്രപ്പോസൽസ് സെലക്ട് ചെയ്യുന്നത്. കൂടുതൽ പ്രോഫിറ്റബിലിറ്റി കിട്ടുന്ന ഒരു കോമ്പിനേഷൻ ഓഫ് പ്രപ്പോസൽ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിലൊക്കെ പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദാറ്റ്സ് കോൾഡ് ക്യാപിറ്റൽ റേഷനിങ്. ദെൻ വാട്ട് ഡു യു മെൻ ബൈ സ്റ്റോക്ക് സ്പ്ലിറ്റ്? സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്യൂസിങ് ദ പാർ വാല്യൂ ഓഫ് ഷെയർസ് ബൈ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ഷെയർസ്. നിലവിലുള്ള ഷെയർസിൻ്റെ എണ്ണം കൂട്ടുന്നു. അതിൻ്റെ ഷെയർ എന്ത് ചെയ്യുന്നു, 100 രൂപയുടെ ഷെയർ ആണെന്ന് വയ്ക്കൂ, 100 രൂപയുടെ ഷെയർ 2 കഷ്ണമാക്കിയിട്ട് 50 രൂപയുടെ 2 ഷെയറുകളാക്കി മാറ്റും. സോ അങ്ങനെ ചെയ്യുന്നതാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് റൈറ്റ് ഇഷ്യൂ? റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇൻവിറ്റേഷൻ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ടു സബ്സ്ക്രൈബ് ഫോർ ഫർദർ ഷെയർസ് ടു ബി ഇഷ്യൂഡ് ബൈ എ കമ്പനി. ഒരു കമ്പനി വീണ്ടും പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഇതാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഷെയർസ്. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഫിഫോ മെത്തേഡ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് നമ്മൾ സ്റ്റോക്ക് ഇൻവെൻട്രിയിലാണ് യൂസ് ചെയ്യുന്നത്.
അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എത്തിയിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഫസ്റ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്ന മെത്തേഡാണ് എന്ത് പറയുന്നത്, ഫിഫോ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഇസ് റീഓർഡറിംഗ് ലെവൽ? The level of inventory at which fresh order is placed to purchase inventory. വീണ്ടും ഇൻവെൻട്രി മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്രഷ് ഓർഡർ കൊടുക്കുന്ന ലെവലാണ് എന്ത് പറയുന്നത്, റീ ഓർഡറിംഗ് ലെവൽ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് EPS, ഏർണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മെഷേഴ്സ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ കമ്പനി. ഇത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു ടൂളാണ് EPS എന്ന് പറയുന്നത്. കമ്പനിക്ക് എത്രയാണ് ടോട്ടൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻഷ്യൽ ഡിവിഡൻഡ് എന്നുള്ള ആ ഒരു എമൗണ്ട് കിട്ടത്തില്ലേ, അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദി EPS ഓർ ഏർണിംഗ് പെർ ഷെയർ. സോ ഫസ്റ്റ് പോർഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഞാനൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ. അതിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ആ ഓരോ ടോപ്പിക്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ ആവശ്യത്തിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. സോ 2 മാർക്കിന് ഇതിൽ വന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ദെൻ പാർട്ട് ബിയിൽ വന്നിട്ട് വാട്ട് യു മെൻ ബൈ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിൻ ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, കോമ്പോസിഷൻ ഓഫ് ദി ക്യാപിറ്റൽ അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഴ്സസ് ഓഫ് ഫണ്ട്സ്, ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സ് എന്ന് പറയാം, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, റിസർവ്സ്, ലോൺസ്. അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, കമ്പനിയുടെ ഫൈനാൻഷ്യൽ ലീവറേജ്, എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ, സ്റ്റെബിലിറ്റി ഓഫ് സെയിൽസ്, ദെൻ കൺട്രോൾ ഓവർ ദി കമ്പനി, ഫ്ലെക്സിബിലിറ്റി ഓഫ് ഫൈനാൻഷ്യൽ സ്ട്രക്ചർ. ദർ ആർ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. ഇതിങ്ങനെ ഫാക്ടേഴ്സ് മാത്രം എഴുതരുത്, യു ഹാവ് ടു ഗിവ് സം എക്സ്പ്ലനേഷൻ ഇൻ 2 or 3 sentences. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊരു 5 മാർക്സ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ എക്സ്പ്ലെയിൻ ദ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് വാട്ട് ഇസ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ദെൻ ഇതിൻ്റെ ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വരുന്നത്, determining the financial needs, selecting the sources of funds, financial analysis and interpretation, cost, volume, profit analysis, then capital budgeting, working capital management, profit planning and controlling, and dividend policy. Then enumerate the assumptions of hypothesis. മോഡ്ഗിലാനി മില്ലർ അപ്രോച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ അല്ലേ ഒരു ഇറലവൻസ് തിയറിയാണ്. അപ്പോൾ അതിൻ്റെ അസംഷൻസ് ആണ്. ഒന്ന്, പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റാണ്, ഇൻവെസ്റ്റേഴ്സ് ബിഹേവ് ചെയ്യുന്ന റാഷണലി ആയിരിക്കും, കമ്പനിയെക്കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും അവർക്ക് അവൈലബിൾ ആയിരിക്കും, ഫ്ലോട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടായിരിക്കില്ല, ഇൻവെസ്റ്റേഴ്സ് അത്ര ലാർജ് ആയിരിക്കില്ല, കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസിനെ അഫക്റ്റ് ചെയ്യാൻ തക്കവണ്ണം, കൂടാതെ ടാക്സ് അതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ടാക്സസ് ഓൺ അപ്ലിക്കബിൾ ടു ഡിവിഡൻസ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻസ്. ദെൻ ഫേമിന് ഒരു റിജിഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഉണ്ടായിരിക്കും. അടുത്ത ഡിറ്റർമിൻ ദ പേ ബാക്ക് പീരീഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ഈ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായിട്ട് എന്തുണ്ട്, പേ ബാക്ക് പീരീഡ് ഉണ്ട്. വളരെ ഈസിയാണ് കണ്ടുപിടിക്കാൻ. ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 5 മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റും. പേ ബാക്ക് നന്നായിട്ട് പഠിച്ചു പോയിക്കോളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ള മെത്തേഡെല്ലാം കൂടി ചേർത്തിട്ട് പേ ബാക്ക് ഇൻക്ലൂഡിങ് പേ ബാക്ക് ചേർത്തിട്ട് രസ്യം ചോദിക്കാറുണ്ട്. ഡിറ്റർമിൻ പേ ബാക്ക് പീരീഡ് ഓഫ് എ പ്രൊജക്റ്റ്. ഇതിൽ ഇനീഷ്യൽ ഔട്ട്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം. പേ ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് തിരിച്ചു കിട്ടാനുള്ള സമയത്തെയാണ് എന്ത് പറയുന്നത്, പേ ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 1 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഈ 1 ലക്ഷം നമുക്ക് തിരിച്ചിങ്ങ് കിട്ടണം. അപ്പോൾ അതിന് എത്ര ടേം എടുക്കുന്നുണ്ടോ അതാണ് പേ ബാക്ക് പീരീഡ്. ഐഡിയ മനസ്സിലായോ? ദെൻ അടുത്തത് ഇവിടെ ക്യാഷ് ഇൻഫ്ലോ ഓരോ ഇയർ വൈസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ വർഷം 20,000, ദെൻ നെക്സ്റ്റ് 30,000, ദെൻ 40,000, 50,000 ആൻഡ് 80,000. സോ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കൂ. 20, 30, 50ആയി. 50ഉം 40ഉം 90ആയി. 90 പോരല്ലോ, പ്ലസ് 50ഉം കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക,
1,40,000 നമുക്ക് എത്ര മതി? 1,00,000 മതി. അപ്പോൾ ഇതുവരെ ഓക്കെ അല്ലേ? 1 2 3 3 വർഷം ഓക്കെ. അപ്പോൾ 3 വർഷത്തിൻ്റെ 4 വർഷത്തിൻ്റെ ഇടയിലാണ് എന്ത് വരുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ഈ പേ ബാക്ക് പീരീഡ് വരുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലേ? 4ാമത്തെ വർഷം മൊത്തം ഇല്ലേനും. അപ്പോൾ 50,000 നമുക്ക് വേണ്ട, നമുക്ക് അവിടെ എത്രയും കൂടി കിട്ടിയാൽ മതി, ഒരു 10 കിട്ടിയാൽ മതി അല്ലേ? അപ്പോൾ അതെങ്ങനെ ചെയ്യാം? 10,000 ഡിവൈഡഡ് ബൈ 50,000 ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഇതെന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ആദ്യത്തെ 3 ഇയേഴ്സ് 1 2 3 ദെൻ ഇതിൻ്റെ 2 months അല്ലേ? അപ്പോൾ 3 years and 2 months മതി പേ ബാക്ക് പീരീഡ്. വളരെ ഈസി ആട്ടോ ഇത് ചെയ്യാൻ. ദെൻ ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ ലീവറേജ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ കോമ്പോസിറ്റീവ് ലീവറേജോ ഓപ്പറേറ്റിങ്ങും ഫൈനാൻഷ്യലും കൂടിയോ ചോദിക്കും. അതും നന്നായി പഠിച്ചു പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, EBIT, ഇൻട്രസ്റ്റ്, ടാക്സ്, നെറ്റ് ഇൻകം തന്നിട്ടുണ്ട്. ദെൻ ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഫോർമുല കോൺട്രിബ്യൂഷൻ ബൈ EBIT ആണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സോ ഹിയർ സെയിൽസ് നോക്കൂ, സെയിൽസ് എത്രയുണ്ട് നോക്കൂ. ഇവിടെ എമൗണ്ട് തന്നിട്ടുണ്ട് 10,50,000 മൈനസ് 7,67,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 2,83,000. ദെൻ അടുത്തത് ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഫോർമുലയാണ് കോൺട്രിബ്യൂഷൻ ബൈ EBIT. ഐ തിങ്ക് ഈ നമ്മുടെ EBIT ഉണ്ടല്ലോ, അതും ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് EBITൻ്റെ ഇത് കിട്ടും. ഫൈനാൻഷ്യൽ ലീവറേജിൻ്റെ ഫോർമുല എന്താ? EBIT ഡിവൈഡഡ് ബൈ EBT. EBIT കിട്ടിക്കഴിഞ്ഞു, ഡിവൈഡഡ് ബൈ EBT നമ്മൾ കാണണം. EBT എന്ന് പറഞ്ഞാൽ എന്താണ്? EBITയിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചാൽ മതി. EBITയിൽ നിന്ന് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഏണിങ്സ് ബിഫോർ ടാക്സ് കിട്ടും. അപ്പോൾ EBITനെ EBT കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫൈനാൻഷ്യൽ ലിവറേജും കാണാം. എ കമ്പനി പ്രൊവൈഡ്സ് ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. എന്താണ്? EOQ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഇൻവെൻട്രി. ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതും 5 മാർക്ക് ഇതാ അറിയുമ്പോഴേക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ പഠിച്ചു പോവുക. EOQ is equal to √2AS ഡിവൈഡഡ് ബൈ I. ഇത് പലരും പല ഇതൊക്കെയാണ് ഉപയോഗിക്കുക. AS എന്നുള്ളതിനൊക്കെ പകരം നോ ഇഷ്യൂ. പക്ഷെ എടുക്കുന്ന സംഭവം എന്തായാലും മതി, ഒന്നായാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ 2AS ഇതാ നമ്പർ ഓഫ് യൂണിറ്റ്സ് റിക്വയർഡ് പെർ ഇയർ. അത് ഈ 30,000 ആണ് എന്ത് പറയുന്നത്? എ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് എസ്, വേരിയബിൾ കോസ്റ്റ് ഓർഡറിങ് കോസ്റ്റ് ആണ്. അത് എത്രയാണ്? 2 ആണ്. ഡിവൈഡഡ് ബൈ ക്യാരിയിങ് കോസ്റ്റ് ആണ് എന്ത് വരുന്നത്? ഇവിടെ താഴെ വരിക. അപ്പോൾ താഴെ ക്യാരിയിങ് കോസ്റ്റ് ആണ് വരിക. ഇവിടെ ഓർഡറിങ് കോസ്റ്റ് ആനുവൽ കൺസംഷൻ ഇൻറ്റു 2. ഇതിൻ്റെ റൂട്ട് കാണാം. റൂട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ 363 യൂണിറ്റ്സ്. 5 മാർക്ക് സുഖമായിട്ട് കിട്ടും കേട്ടോ. ഫ്രം ദ ഫോളോ ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ആവറേജ് കളക്ഷൻ പീരീഡ്. ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിതും. ടോട്ടൽ സെയിൽസ് തന്നിട്ടുണ്ട്, ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ട്, സെയിൽസ് ആവറേജ് ആദ്യം ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാണാം. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ്. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് 2 തരം സെയിൽസ് തന്നിട്ടുണ്ട്. ടോട്ടൽ സെയിൽസ്, ക്യാഷ് സെയിൽസ്. അപ്പോൾ നമ്മളിവിടെ ക്രെഡിറ്റ് സെയിൽസിൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽസ് കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? ക്രെഡിറ്റ് സെയിൽസ്. അതിൽ നിന്നും സെയിൽസ് റിട്ടേണും കുറയ്ക്കുക. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇവരിവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഈ എമൗണ്ട് ഇവിടെ എഴുതിയിട്ടുള്ളത് ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഈ ഡെപ്റ്റേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ഉണ്ട്. അതിൻ്റെ കൂടെ എന്തുണ്ട്? ബിൽസ് റെസീവബിൾ. ഡെപ്റ്റേഴ്സും ബിൽസ് റെസീവബിളും കൂടി ചേർത്തിട്ടാണ് ആവറേജ് ട്രേഡ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് കണ്ടാൽ 4.87 കിട്ടും. ഇനി ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഇയർ ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ 365 ദിവസം എടുക്കണം അല്ലെങ്കിൽ 360 ദിവസം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഡേയ്സ് വെച്ചിട്ട് തന്നെ ചെയ്യുക. ഇവിടെ 360 വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ 4.87 74 ഡേയ്സ്. ദെൻ അടുത്തത് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഓഫേഴ്സ് ടു ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ദ റൈറ്റ് ടു ബൈ ഓൺ 1 ഷെയർ അറ്റ് ദ റേറ്റ് ഓഫ് ₹12 per share for every 4 shares of rupee 10 each held in the company. അല്ലേ? ഒരു 10 ഷെയർ ഫോർ എവറി 4 ഷെയർസ് ഓഫ്, അതായത് 4 ഷെയർ ഉള്ള ആൾക്ക് എന്ത് കിട്ടും? 1 ഷെയർ. ആ രീതിയിലാണ് ഈ പറയുന്ന എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്
റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. മാർക്കറ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട് 24 കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് റൈറ്റ്സ്. സോ മാർക്കറ്റ് വാല്യൂ ഒരെണ്ണത്തിന് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് 24. അപ്പം 4 ഷെയർസ് മാർക്കറ്റ് വാല്യൂ ഓഫ് 4 ഷെയർസ് ഓൾറെഡി ഹെൽഡ്. അപ്പോൾ നിലവിൽ 4 ഷെയർസ് ഹെൽഡ് ചെയ്യുന്ന ഒരാൾക്ക് 24 വെച്ചിട്ട് എത്ര കിട്ടും? 96 ആണ്. ദെൻ പ്രൈസസ് ടു ബി പെയ്ഡ് ഫോർ ഗെറ്റിംഗ് 1 റൈറ്റ് ഷെയർ. ഒരു ഷെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഇയാൾ എത്ര പേ ചെയ്യേണ്ടി വരും? ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 12 രൂപയാണ് അല്ലേ? അപ്പോൾ മൊത്തം അയാൾക്ക് അതിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 108 ആണ്. അപ്പോൾ ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഇപ്പോൾ ആദ്യത്തെ 4 ഷെയറുള്ള ഒരാൾക്ക് എത്രയും കൂടി എക്സ്ട്രാ ഒരെണ്ണം കൂടി കിട്ടും. സോ 5 ഷെയറിന് ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൈസ് 108 ആണ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് 5 ആണ്. സോ 21.6 ആണ്. ഇനി വാല്യൂ ഓഫ് റൈറ്റ് എങ്ങനെ കാണുക? അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അതിന് ആവറേജ് പ്രൈസ് കുറച്ചാൽ മതി. 24 21.6 കുറച്ചാൽ കിട്ടും. ദെൻ വി ഈസ് ഈക്വൽ ടു എം മൈനസ് എസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ആ ഫോർമുല ഉപയോഗിച്ചിട്ട് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്താം. ദെൻ ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ്. ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് എഴുതാം. ഒന്നാമത്തെ പേസേ പോർഷനാണ്. എക്സ്പ്ലെയിൻ ദ വാരിയസ് ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ ഡിവിഡൻഡ് ഡിസിഷൻസ് ഓഫ് എ ഫേം. ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് ഡിസിഷനെ. അപ്പോൾ ഡിവിഡൻഡ് എന്താണെന്ന് കൊടുക്കുക. ദെൻ ലീഗൽ റെസ്ട്രിക്ഷൻസ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ട്രെൻഡ് ഓഫ് ഏർണിങ്സ്, അങ്ങനെയുള്ള ഓരോ പോയിന്റ്സും നിങ്ങൾ എന്ത് ചെയ്യുക? വിശദമാക്കിയിട്ട് കൊടുക്കുക. Then അടുത്തൊരു ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ കളക്റ്റഡ് ഫ്രം ദ റെക്കോർഡ്സ് ഓഫ് 2 കമ്പനീസ്. കളക്റ്റഡ് ഫ്രം ദ റെക്കോർഡ്സ് ഓഫ് 2 കമ്പനീസ് എ ആൻഡ് ബി. നോക്കൂ, വേരിയബിൾ എക്സ്പെൻസസ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ആയിട്ട് തന്നിട്ടുള്ള ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് ലീവറേജ് ഉണ്ട്, ഫൈനാൻഷ്യൽ ലീവറേജ്, ഇൻകം ടാക്സ് റേറ്റും തന്നിട്ടുണ്ട്. ഞാൻ കമ്പനി എ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അതിൽ ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലീവറേജ്, നമ്മൾ ഫൈനാൻഷ്യൽ ലീവറേജിൻ്റെ ഫോർമുല EBIT/EBT ആണ്. അത് 3 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ? എ എന്ന കമ്പനീൻ്റെ 3 ആണ്. ഇതൊക്കെ ബി എന്ന കമ്പനിയാണ് കേട്ടോ. ഈ ഡാറ്റ മൊത്തം ഈ കോളം ബി കമ്പനി, ഈ കോളം എ കമ്പനി. അപ്പോൾ 3 തന്നിട്ടുണ്ട്. പിന്നെ EBT എന്ന് പറഞ്ഞാൽ എന്താണ്? EBITയിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഇൻട്രസ്റ്റ് കുറച്ചാൽ മതി. EBT എന്ന് പറഞ്ഞാൽ ഇവിടെ 200 ആണ് ഇൻട്രസ്റ്റ് അല്ലേ? അപ്പോൾ ആ 200 കുറച്ചാൽ EBT കിട്ടും. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ എഴുതി. ഇനി നോക്കൂ, ഈ ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്യണ്ടേ? സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 3ൻ്റെ ഭാഗത്തേക്ക് EBIT - 200 അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ ഹരിക്കണം എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ ഗുണിക്കണം എന്നായിരിക്കും. അങ്ങനെ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് EBIT = എന്ത് വരും? 300 വരും. ഓക്കെ. ഇനി നമ്മൾ ഓപ്പറേറ്റിംഗ് ലീവറേജ് ആണ്. സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ EBIT ആണ്. അപ്പോൾ സെയിൽസിൻ്റെ ഇത്ര വാരിയബിൾ കോസ്റ്റ് ഇത്ര % എന്ന് പറഞ്ഞിട്ടാണ്, അതായത് 0.667 ഓഫ് സെയിൽസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെയിൽസ് എസ് മൈനസ് സെയിൽസിൻ്റെ 0.667%. അതിങ്ങനെയാണ് എഴുതുക കേട്ടോ. ഡിവൈഡഡ് ബൈ 300. അപ്പോൾ അതും ഇതേപോലെ തന്നെയാണ് ചെയ്യുക. ആദ്യം ബൈ 300നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 5 × 300 ആയിരിക്കും അല്ലേ? 1500. അപ്പോൾ എസ് മൈനസ് ഈ എസ് ഉണ്ടല്ലോ, ഈ എസ്സിനെ ഈ 0.667 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 0.667 എസ് എന്ന് വരും. എസ്സിൽ നിന്ന് 0.667 എസ് കുറയ്ക്കുകയാണെങ്കിൽ 0.333 എസ് വരും. അത് 1500 ആണ്. അപ്പോൾ എസ്സിൻ്റെ വില കാണാൻ എന്താ ചെയ്യുക? 1500 ഡിവൈഡഡ് ബൈ 0.333. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് എഴുതണേ. 4500 എന്ന് ഒരു ഇത്തിരി പോയിൻ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. 4500 സംതിങ് ഒക്കെ വരുന്നത്. 4500 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ എസ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? സെയിൽസിന്. എസ് 4500 ആണെങ്കിൽ വാരിയബിൾ കോസ്റ്റ് 4500ൻ്റെ എത്ര ശതമാനമെന്ന് പറഞ്ഞു? 0.667. അത് എത്രയാണെന്ന് കാണുക. അപ്പോൾ അത് കിട്ടും 3000. ഇതുപോലെ നിങ്ങൾ കമ്പനി ബീൻ്റെ കാണുക. അപ്പോൾ കമ്പനി എൻ്റെ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. കമ്പനി ബീൻ്റെ ചെയ്യുമ്പോൾ അതേപോലെ നിങ്ങൾക്ക് സെയിൽസ് ഇത്ര കിട്ടും, വേരിയബിൾ കോസ്റ്റ് ഇതും കിട്ടും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതേപോലെ സെയിൽസ് ഇതേപോലെ എഴുതൂ. വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക, ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുക. ദെൻ അപ്പോൾ EBIT കിട്ടും. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നു, EBT കാണുന്നു, ടാക്സ്, ദെൻ ഏൺസ് ആഫ്റ്റർ ടാക്സ്. ഇതാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത്
IRR, പേ ബാക്കും അങ്ങനെയുള്ളതൊക്കെ. കമ്പനി ഹാസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിംഗ് 40,000. കമ്പനിക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, 40,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിൽ ഓരോ 10%ൻ്റെ പ്രസൻറ്റ് വാല്യൂ 15%ന് തന്നിട്ടുണ്ട്, നെറ്റ് ക്യാഷ് ഫ്ലോയും തന്നിട്ടുണ്ട്, പേ ബാക്ക് കാണണം, NPV കാണണം, ആൻഡ് 10% ഡിസ്കൗണ്ട് ഫാക്ടറിൽ. ദെൻ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാണാൻ പറഞ്ഞിട്ടുണ്ട്, IRRും കാണാൻ പറഞ്ഞിട്ടുണ്ട്. 10% ആൻഡ് 15%. പേ ബാക്ക് കാണാൻ സുഖമാണ്, കാരണം 40,000 ഇൻവെസ്റ്റ് ചെയ്യുന്നു, 40,000 കിട്ടാൻ നിങ്ങൾ നോക്കിയൊക്കെ 1 2 3 4 5 7 5 35 35 പോരല്ലോ, ഒരു 5 കൂടി വേണം. പക്ഷേ ഇവിടെ 8ആണ് നമുക്ക്. അപ്പോൾ 5/8 എടുക്കുക, അതും കൂടി അങ്ങോട്ട് ഇതിലേക്ക് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ പേ ബാക്ക് കിട്ടും. കണ്ടോ, 5 വർഷം പ്ലസ് 5/8, ആ ഇത് ചെയ്യുമ്പോൾ 5 വർഷം 6 മാസം അങ്ങനെ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് NPV 10% ഇതിൽ കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ എഴുതി, അതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, അത് ഇതേപോലെ എടുത്ത് എഴുതുക, ഇതേ ഇൻറ്റു ഇത് ചെയ്യുക. അപ്പോൾ PV വാല്യൂ, പ്രസൻറ്റ് വാല്യൂ കാണുക, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കാണുക. പ്രസൻറ്റ് വാല്യൂവിൽ നിന്നും കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചാൽ നിങ്ങൾക്ക് NPV കിട്ടും. ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 10% ഡിസ്കൗണ്ട് റേറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ എമൗണ്ട് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1.22 കിട്ടും. ഇനി അടുത്തത് നമ്മുടെ IRR കാണാൻ തന്നെ ഇതേപോലെ തന്നെ 15%ൽ ഇതേപോലെ കാണുക, ഇൻറ്റു ചെയ്യുന്നു, ടോട്ടൽ ചെയ്യുന്നു. ഈ കിട്ടിയ എമൗണ്ട് മൈനസ് എന്ത് ചെയ്താൽ മതി, കിട്ടിയ എമൗണ്ടിൽ നിന്ന് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എത്രയാണ് നടത്തിയിട്ടുള്ളത്, 40,000 അല്ലേ. ഈ 40,000 നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പോൾ അന്നേരം അങ്ങനെ ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, -580. കാരണം ഇവിടെ ടോട്ടൽ 39,420. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. സോ ഇവിടെ നമുക്ക് 10%-ലും 15%-ലും നമ്മൾ കണ്ടു. അപ്പോൾ IRR ഇതിൻ്റെ ഇടയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ കറക്റ്റ് IRR കാണാനുള്ള ഒരു ഫോർമുല ഉണ്ട്, 10% പ്ലസ് പോസിറ്റീവ് NPV അറ്റ് 10% ഇൻറ്റു, ഇതൊക്കെ കുറച്ച് ഇങ്ങോട്ട് മാറി കേട്ടോ, ഇൻറ്റു 15% മൈനസ് 10% ഇങ്ങനെ വരും, 15 മൈനസ് 10%. അപ്പോൾ ആ ഇക്വേഷൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 10% ഇവിടെ കൊടുക്കുക. ഈ പോസിറ്റീവ് NPV നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ട് 10%, ആ വാല്യൂ ആണ് ഇവിടെ കിടക്കുന്നത്. ഈ 10% പ്രസൻറ്റ് വാല്യൂവിൽ നിന്ന് 15% പ്രസൻറ്റ് വാല്യൂ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ കുറയ്ക്കാൻ നോക്കുമ്പോൾ ഇവിടെ നെഗറ്റീവാണ്, -580 കുറയ്ക്കണം. അതായത് ലെസ് -580 ആകുമ്പോൾ അതെന്തായിട്ട് മാറും, ആ സൈന് പ്ലസ് ആയിട്ട് മാറും. അങ്ങനെ പ്ലസ് ആയിട്ട് മാറിയിട്ട് പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ വാല്യൂ 14.7. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് നിങ്ങൾക്ക് സാധാരണ വരുന്നത്. സോ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻസുകളും പരീക്ഷ കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക. സോ താങ്ക് യു.